ഇന്ത്യൻ പ്രതിരോധ വ്യവസായം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു സുപ്രധാന മേഖലയാണ്. വർദ്ധിച്ചുവരുന്ന ആഗോള സുരക്ഷാ ആശങ്കകളും സാങ്കേതിക പുരോഗതിയും കാരണം പ്രതിരോധ മേഖല നിലവിൽ ഗണ്യമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. പ്രതിരോധ മേഖലയിൽ വളർച്ച കൈവരിക്കാവുന്ന ചില ഓഹരികൾ നോക്കാം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ നവരത്ന സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഏഷ്യയിലെ തന്നെ വലിയ എയ്റോസ്പേസ് കമ്പനിയാണ്. വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും നിർമ്മിതിയിലും കമ്മ്യൂണിക്കേഷൻ റഡാർ, നാവിഗേഷൻ കമ്പ്യൂട്ടർ തുടങ്ങി വ്യോമസേനയുടെ എയർക്രാഫ്റ്റുകളിലും ഹെലികോപ്റ്ററുകളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. HAL നാസിക്, കോർവ, കാൺപൂർ, കൊറാപുട്ട്, ലക്നൌ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ വിമാനത്താവളങ്ങളുമുണ്ട്. തെക്കേ ഏഷ്യയിലെ ആദ്യ സൈനിക വിമാനം നിർമ്മിച്ചത് HAL ആണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ മുൻനിര കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. കരുത്തുറ്റ ഓർഡർ ബുക്കും സ്ഥിരമായ വരുമാന വളർച്ചയും കാരണം സ്റ്റോക്ക് പ്രകടനം ശക്തമാണ്. ആരോഗ്യകരമായ ലാഭവിഹിതവും സുസ്ഥിരമായ സാമ്പത്തിക നിലയും ഉള്ള കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ ഉറച്ചതാണ്. HAL ഇന്ത്യൻ എയർഫോഴ്സിന് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് വിജയകരമായി വിതരണം ചെയ്തും അത്യാധുനിക ഏവിയോണിക്സ് സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പുതിയ കരാറുകളും അടുത്തിടെയുള്ള വാർത്തകൾ എടുത്തുകാണിക്കുന്നു. കമ്പനിയുടെ വളർച്ചാ വീക്ഷണം പോസിറ്റീവായി തുടരുന്നു. ഇത് പ്രതിരോധ നവീകരണ പരിപാടികളാൽ ശക്തിപ്പെടുത്തുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. പ്രതിരോധ മേഖലയിലേക്ക് ആവശ്യമായ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളാണ് BEL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലാണ് നവരത്ന പദവിയുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കും ഉപകരണങ്ങൾക്കും പേരുകേട്ട പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് ശക്തമായ സാന്നിധ്യമുണ്ട്. സ്ഥിരമായ വരുമാനവും ലാഭവളർച്ചയും കൊണ്ട് സ്റ്റോക്ക് ശക്തമായ പ്രകടനം കാഴ്ചവച്ചു. BELന്റെ അടിസ്ഥാന കാര്യങ്ങൾ അതിന്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്ന ശ്രേണിയും ഗണ്യമായ ഓർഡർ ബാക്ക്ലോഗും നന്നായി പിന്തുണയ്ക്കുന്നു. കമ്പനിക്ക് അനുകൂലമായ ഡിവിഡന്റ് ചരിത്രമുണ്ട്. 2024 ജൂണിൽ ഒരു ഷെയർ ഒന്നിന് ₹6 ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വികസിപ്പിക്കുന്നതിൽ BELന്റെ പങ്കാളിത്തവും റഡാറിനും ആശയവിനിമയത്തിനുമുള്ള പുതിയ കരാറുകളും സമീപകാല അപ്ഡേറ്റുകളിൽ ഉൾപ്പെടുന്നു. ഈ സംഭവവികാസങ്ങൾ കൂടുതൽ വളർച്ചയെ നയിക്കുമെന്നും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് വെടിമരുന്നുകളുടെയും മിസൈൽ സംവിധാനങ്ങളുടെയും ഇന്ത്യയിലെ നിർമ്മാതാക്കളിൽ ഒന്നാണ്. 1970 ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് ഇത് സ്ഥാപിതമായത്. ഗൈഡഡ് ആയുധ സംവിധാനങ്ങളുടെ നിർമ്മാണ അടിത്തറയായി BDL സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറികൾ, DRDO, എയ്റോസ്പേസ് ഇൻഡസ്ട്രികൾ എന്നിവയിൽ നിന്നുള്ള ഒരു കൂട്ടം എഞ്ചിനീയർമാരുമായി ഇത് ആരംഭിച്ചു. BDLന് 3 നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ട്. ഹൈദരാബാദിലെ കാഞ്ചൻബാഗിൽ സ്ഥിതി ചെയ്യുന്നു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഭാരത് മിസൈൽ വികസനത്തിലും ഉൽപ്പാദനത്തിലും ഒരു പ്രധാന പങ്കാണ്. ഗണ്യമായ വരുമാന വളർച്ചയും ആരോഗ്യകരമായ ലാഭ മാർജിനും ഉള്ള കമ്പനിയുടെ സ്റ്റോക്ക് പ്രകടനം അതിന്റെ ശക്തമായ അടിസ്ഥാനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. BDLന്റെ ഡിവിഡന്റ് ചരിത്രം പോസിറ്റീവാണ്. 2024 ഓഗസ്റ്റിൽ ഒരു ഷെയർ ഒന്നിന് ₹10 എന്ന ഡിവിഡന്റ് പ്രഖ്യാപിച്ചു. BDLന്റെ അഗ്നി P മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും ഉപരിതലത്തിൽ നിന്ന് ആകാശ മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള പുതിയ ഓർഡറുകളും വാർത്തകളിൽ ഉൾപ്പെടുന്നു. ഈ സംഭവവികാസങ്ങൾ BDLന്റെ വളർച്ചയുടെ പാത നിലനിർത്താനും പ്രതിരോധ മേഖലയിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. കൺക്ലൂഷൻ. HAL, BEL, BDL പ്രതിരോധ മേഖലയിലെ ഓഹരികൾ ഓരോന്നും അവരുടെ ശക്തമായ വിപണി നിലകളും സാമ്പത്തിക പ്രകടനവും കൊണ്ട് ബുള്ളിഷ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു. ഇവ പ്രതിരോധ സംവിധാനങ്ങളിലും സാങ്കേതികവിദ്യയിലും ശ്രദ്ധേയമാണ്. ഇത് ശക്തമായ സ്റ്റോക്ക് പ്രകടനത്തെയും ഉറച്ച അടിസ്ഥാനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. മൊത്തത്തിൽ പ്രതിരോധ മേഖല തുടർച്ചയായ വളർച്ചയ്ക്ക് സജ്ജമാണ്. സ്റ്റോക്കിൽ ചാഞ്ചാട്ടം ദൃശ്യമായാലും പ്രതിരോധ മേഖലയിലെ ഓഹരികൾ എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായി കാണാം. Thank you.